എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അനാമികനെ കാണാതെ പോകുന്ന അനാമികനെ അങ്ങനെ തട്ടിക്കൊണ്ടു പോയത്. അനാമികയുടെ അച്ഛൻ കുറെ പൈസ ഒരു പലിശക്കാരന് കൊടുക്കാനുണ്ടായിരുന്നു. കുറെ പൈസയൊക്കെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ നോക്കിക്കഴിഞ്ഞപ്പോ കല്യാണം അല്ലേ, കല്യാണം ആയി കഴിയുമ്പോഴത്തേനും മോളുടെ കല്യാണം നടത്താണ്ട് കുറെ പൈസയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ തന്റെ പൈസ വാങ്ങിച്ചെടുക്കാൻ വേറൊരു വഴിയില്ല. ഇവളെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ തന്റെ പൈസ എനിക്ക് കിട്ടും, കല്യാണം മുടങ്ങുവാണെ മുടങ്ങട്ടെ എന്ന രീതിയിലാണ് അയാൾ അനാമികനെ തട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു മുറിക്കകത്തിട്ട് പൂട്ടുവാണ്. കൈയൊക്കെ ബന്ധസ്ഥയാക്കിയിട്ടാണ് അങ്ങനെ പൂട്ടിയിടുന്നത്. ഈ സമയം അനാമിക അവിടെ കിടന്ന് തുറന്നു വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരിതൊന്നും കേട്ടില്ല. പിന്നീട് SIയുടെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദർശൻ നയനെ അനാമികനെ കാണാതെ പോയത്. അപ്പൊ ആദർശിന്റെ കൂട്ടുകാരനാണ് SI. പിന്നീട് പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ, എന്തായാലും വിവരം കിട്ടി അറിയിക്കാന്നൊക്കെ പറയുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആദർശൻ നയനോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, വീട്ടിലെല്ലാവരോടും കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് പറയാണ്. പിന്നീട് വീട്ടിലേക്ക് നിന്നിട്ട് എല്ലാവരുടെയും ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയണം. അനാമികയുടെ അച്ഛൻ വിളിച്ച കാര്യവും തങ്ങൾ അവിടെ പോയ കാര്യങ്ങളെല്ലാം പറയണം. അനാമികനെ കാണാനില്ല കാര്യമൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല ആ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണെന്ന് അറിയത്തില്ലോ ആദർശ എന്ന് പറയാം. അതറിയില്ല അച്ഛാ, അതറിയില്ല മുത്തശ്ശ, ഞങ്ങള് SIയുടെ കംപ്ലൈന്റ് കൊടുത്തിട്ടൊക്കെയുണ്ട്, എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നതിന് വിശ്വാസം എന്ന് പറയാം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എന്റെ ഭഗവാനെ ഒരാപത്തും വരില്ലെന്ന് പറയണം. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ജലജ പറഞ്ഞു, അപ്പോഴേ ഞാൻ പറഞ്ഞ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന്. കാരണം കല്യാണം ആലോചിച്ചപ്പോ തന്നെ ഓരോരോ തടസ്സങ്ങളാണ് കല്യാണത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ മാറാനായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് എത്രമാത്രം പൂജകളും വഴിപാടുകളൊക്കെ നടത്തി. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നിരിക്കുന്നു. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കും ജലജ, ഇവിടെ മനുഷ്യനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുക. ആ കൊച്ചിന് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. അപ്പോഴാണ് അവളുടെ ഒരു കാര്യമായിട്ട് അവള് വന്നിരിക്കുന്നു. പിന്നീട് ജലജ അകത്തേക്ക് കയറി പോകുമ്പോ അഭി പറഞ്ഞു, അല്ലമ്മേ അവൾ എങ്ങോട്ട് പോയതായിരിക്കും എന്ന് ചോദിക്കാം. എന്റെ മോനെ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, അവള് വരാതിരുന്നാ മതിയായിരുന്നു. ഇവിടെ എല്ലാരും ചെറിയ അഹങ്കാരത്തിനൊന്നും അല്ല അവള് വരുന്നതിന്റെ. അനാമിക വലിയ കോടീശ്വര പുത്രിയല്ലേ, അപ്പൊ അവളെ തലയെ കയറ്റിക്കൊണ്ട് നടക്കാനായിട്ട് ഇവിടെ ഏട്ടത്തിയും ജാനകിയും ഒക്കെ ഇപ്പോഴേ തന്നെ പറഞ്ഞു വെച്ചിരിക്കുക. ഉറപ്പായിട്ടും വരാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. അവന്റെ കല്യാണം മുടങ്ങണം അനിയുടെ. അവൻ കല്യാണം കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജൂവലറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇറങ്ങും. ഉത്തരവാദിത്വം ഒക്കെ ആക്കുമല്ലോ. പിന്നെ നീ ഒന്നും അല്ലാതെ തീരും. അതുകൊണ്ട് ഈ വിവാഹം ഒന്നും മുടങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ വിവാഹം മുടങ്ങാട്ട് കുറച്ച് നേർച്ചകളും വഴിപാടുകളൊക്കെ ജലജ നേരുന്നുണ്ട്. ഈ സമയം ദേവേനിക്കും ജാനകിക്കും ഭയങ്കര അസ്വസ്ഥയായിരുന്നു. ദേവേനി പറഞ്ഞു, എന്നാലും അവളിത് എങ്ങോട്ട് പോയി ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. നയനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ജാനകിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉരുണ്ട് കൂടുവാണ്. ഒരു പക്ഷേങ്കിൽ അവളെ അനാമികനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ മിക്കവാറും നന്ദു ആയിരിക്കും. നന്ദുവിന്റെ ഗുണ്ടകളുമായിരിക്കും ചെയ്തിരിക്കുന്നത്. കാരണം ഒറ്റയടിക്ക് 3-4 പേരെയൊക്കെ അടിച്ച് അവശതയാക്കി ഇടാനുള്ള ആരോഗ്യമുള്ളവളാണ് നന്ദു. അവൾ കരോട്ടയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. മിക്കവാറും അവളായിരിക്കും അനാമികനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പം ജാനകിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ജാനകി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അജയൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അജയനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇടയ്ക്ക് അജയൻ പറഞ്ഞു, എന്നാലും അനാമിക മോൾക്ക് എന്താ പറ്റിയത്? ഇനിയിപ്പൊ അവൾ ആരുടെയും കൂടെ പോയതാണോ? അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. ഇത് എങ്ങോട്ടാ പോയതാ, എന്താ സംഭവിച്ചെന്നൊക്കെ എനിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് അജയൻ ചോദിച്ചു, എന്താ കാര്യം? നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ പറയണേന്ന് പറയാം. അതെ, ഞാൻ മനസ്സിൽ വെച്ച് തന്നെ പറയണേ. അവളെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവളെ തട്ടിക്കൊണ്ടു പോയതായിരിക്കും എന്ന് പറയാം. തട്ടിക്കൊണ്ടു പോയത് ആര്? വേറെ ആരുമല്ല, നന്ദുവിന്റെ ഗുണ്ടകളും. നന്ദുവോ? അല്ല, നന്ദു എന്തിനാ അതൊക്കെ ചെയ്യണേ? നന്ദു എന്റെ കാര്യം എന്താ? അനാമികനെ തട്ടിക്കൊണ്ടു പോയിട്ട് അവക്ക് എന്ത് കിട്ടാനാന്ന് ചോദിക്കാം. എന്ത് കിട്ടാനാന്നോ? എന്നാലെങ്കിൽ അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അവൾക്കും കൂടി ഈ തറവാട്ടിലേക്ക് കയറി വരാനാന്ന് പറയണം. അവൾക്ക് തറവാട്ടിലേക്ക് കയറി വരാനാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. ഈ സമയത്താണ് ജാനി ആ കാര്യങ്ങളൊക്കെ അജയനോട് പറയാണ്. അനാമിക വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ, നന്ദുവും അനിയും പ്രണയത്തിലാണ്. ഈ കല്യാണം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ മാർഗമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുവോളെന്നൊക്കെ പറഞ്ഞൊക്കെ. ഇതൊക്കെ കേട്ട് ഇനി അജയൻ പറഞ്ഞു, ഒരിക്കലും നന്ദു അനി അങ്ങനെ ചെയ്യത്തില്ല, അവര് പ്രണയത്തിലൊന്നുമല്ല, അതൊക്കെ നിന്റെ തോന്നലാന്ന് പറയാം. അല്ല ചേട്ടാ, അനാമിക പറഞ്ഞ ഒന്നാലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. നന്ദുവിന്റെ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം തന്നെ നന്ദു ഇവിടെ വന്നു. നന്ദുവിന്റെ മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു. അതേപടി തന്നെയായിരുന്നു നമ്മുടെ മോനും അനിയും. കുറച്ച് നാളുകളായിട്ട് അവന് വല്ലാത്തൊരു മൂകതയില്ല. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ അവന് ഭയങ്കര വിഷമം. ആ പെങ്കൊച്ചിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാലോ, ഫോൺ പോലും അവൻ നേരെ ചൊവ്വേ വിളിക്കാറില്ല. അതാണെങ്കിൽ എപ്പോഴും പരാതിയോട് പരാതി തന്നെയാ. അപ്പൊ തന്നെ അതിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ പറ്റില്ലേ അവര് തമ്മിൽ സ്നേഹത്തിലെന്ന്. അത് മാത്രല്ല ചേട്ടാ, അവര് തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടതാ.
നന്ദു അനിയോട് പറയുന്നേട്ടാ, കല്യാണം കഴിഞ്ഞാലും നമ്മുടെ റിലേഷൻ ഇങ്ങനെ തന്നെ തുടരും, നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളേ. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നന്ദു എന്തോ ചെയ്തിട്ടുണ്ട് അതാന്ന് പറയണം. പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് അജയൻ അത്ര പ്രയാസമായിരുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്ന കുട്ടിയല്ലെന്ന് പറയുന്നുണ്ട്. അന്ന് അജയേട്ടൻ ഇവിടെ ഇരുന്നു, നമുക്കറിയാന്ന് പറയാണ്. ഈ സമയം നയന വല്ലാത്ത സങ്കടത്തിലായിരുന്നു. അത് നയനെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകി വന്നപ്പം നയന ചോദിച്ചു, എന്താ ചെറിയമ്മേന്ന് നിൽക്കണം, എന്താന്നോ? ദേ, അനാമികനെ കാണാതെ വെക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണം അങ്ങനെ നടക്കാതെ പോയിട്ടുണ്ടല്ലോ, നീ നിന്റെ അനിയത്തി ഉണ്ടല്ലോ അനുഭവിക്കുമെന്ന് പറയണം. അല്ല, എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാം. ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ നന്ദു ഉണ്ടല്ലോ, നിന്റെ അനിയത്തി, അവളാണ് ഈ പണിയെല്ലാം ചെയ്തിരിക്കുന്നു പറയണം. നന്ദുവോ? നന്ദു എന്തിനാ ഇതൊക്കെ ചെയ്യണം? നിനക്കറിയില്ലല്ലേ? ഞാൻ കൂടുതൽ ഇനി വിസ്തരിച്ച് പറഞ്ഞോ? എനിക്കറിയാം, നന്ദുവാണ് അനാമികനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇത് കേട്ടാ നയനു, എന്റെ അനിയത്തി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാം. ചെയ്യില്ല പോലും, എന്തിനാ ചെയ്തതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ. അനിയെ അവളും തമ്മിൽ പ്രണയത്തിലല്ലേന്ന് ചോദിക്കും. ഇതൊക്കെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാന്ന് പറയണം. ആരും തെറ്റിദ്ധരിപ്പിച്ചല്ല, അനാമി തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞേ. പിന്നീട് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ നിന്റെ ചേച്ചിയൊന്നും ഈ കുടുംബത്തിൽ കാണത്തില്ല, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ജാനകി ഭീഷണി മുടക്കിയിട്ട് അങ്ങ് പോവാ. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പിന്നീട് നയനൻ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് നയന ചോദിച്ചു, അല്ല അനാമികനെ എങ്ങനെയെന്ന് മോള് കണ്ടായിരുന്നു ചോദിക്കും. ഇല്ല ചേച്ചി, അനാമിക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ കണ്ടില്ലെന്ന് പറയണ. എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അനാമികനെ കാണാനില്ലെന്ന് പറയണേ. ഇത് കേട്ട് നന്ദുവിലൊരു ഞെട്ടലുണ്ടായി. എന്തൊക്കെയാ ചേച്ചി പറയണേന്ന് ചോദിക്കുക. അത് മോളെ, അനാമികനെ കാണാനില്ലെന്ന് പറയാണ്. ഇപ്പൊ ഇവിടെ ജാനകി ചെറിയമ്മ പറയണ, നീ അവളെ കടത്തിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ്. അനിയും നീയും തമ്മിൽ ബന്ധമുണ്ട്, നിങ്ങൾക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചതി ചെയ്തിരിക്കുന്നൊക്കെയാ. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് പറയാം. എനിക്കറിയാൻ മോളെ നീ അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷേങ്കിൽ എനിക്കറിയില്ല ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ളത്. ഇതെങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, ഈ കുടുംബത്തിൽ നിന്ന് പിന്നെ ഞാനും നവ്യേച്ചിയൊക്കെ പുറത്താവും. ഇത് കേട്ട നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. ഒരു കാര്യം ചേച്ചി ബാ, ഞാനും കൂടെ വരാം, നമുക്ക് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാന്ന് പറയാം. ഇത് കേട്ട നയന പറഞ്ഞു, എവിടെ പോയി അന്വേഷിക്കാനാ? നോക്കാം ചേച്ചി വരാൻ പറയാണ്. അങ്ങനെ നയന എന്ത് ചെയ്യുവാണ്, ആദർശനോട് പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. കാരണം ആദർശനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനോട് ഒരിക്കലും സമ്മതിക്കത്തില്ല ഈ സമയത്ത് പുറത്തു പോകാനായിട്ട്. അങ്ങനെ നയന പുറത്തു പോവാ. ഈ സമയത്ത് ജാനകി വല്ലാത്ത ടെൻഷനിലാണ്. ജാനകി നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, സത്യം പറയാനി, നീ നന്ദുവും കൂടെ ചേർന്നാണ് പ്ലാനുകളൊക്കെ നടത്തിയെന്ന് ചോദിക്കുക. എന്ത് പ്ലാന്? അല്ല, അനാമികനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നന്ദുവാന്ന് എനിക്ക് അറിയാന്ന് പറയാ. ഇത് കേട്ട അനി പറഞ്ഞു, അമ്മ എന്ത് പൊട്ടത്തരൊക്കെ പറയണേ, അമ്മയ്ക്ക് വല്ല ബോധ്യമുണ്ടോ അമ്മ എന്താ പറയണേന്ന്? എനിക്കറിയാടാ, നീ അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം എന്താന്ന്. അപ്പൊ നിനക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ വേണ്ടല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെങ്ങാനും നിന്റെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടോ നിന്നെ വെറുതെ വിടത്തില്ല, അതോടുകൂടി തീരുമെന്ന് പറയണ. അത് മാത്രല്ല, നിന്റെ രണ്ട് ഏട്ടത്തിമാരുണ്ടല്ലോ, അവൾമാർ ഈ വീടിന് പുറത്തായിരിക്കും പിന്നെ അവരുടെ സ്ഥാനം എന്ന് പറയാം. അനാമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, അത് ഞാൻ ബാക്കി പറയാന്ന് പറയാം. എന്റെ അമ്മേ, അവളെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. അവള് മിക്കവാറും ആരുടെയും ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടില് ഒരക്ഷം പോലെ നീ മിണ്ടിപ്പോയേക്കളെന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവാണ്. ഈ സമയം അനി മനസ്സിൽ കരുതി, ദൈവമേ അവള് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു, തിരിച്ചു വരാതിരിക്കണം, അത്രയും സമാധാനം. ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടുമല്ലോ. തന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണത്, കല്യാണം മുടങ്ങണമെന്നുള്ളത്. തനിക്ക് അനിയെ നന്ദുവിനെ സ്വന്തമാക്കണം. നന്ദുവില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ ഒരവസ്ഥയാവുകയാണ് എന്നൊക്കെ അനി മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയത്ത് നന്ദു നയനയുടെ അരിയിലേക്ക് എത്തുവാണ്. എത്തിക്കുന്നത് നയനോട് അല്ല എടുത്തി, അനാമി എവിടെ എങ്ങനെയാന്ന് വല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ നിൽക്കും. ഒന്നും അറിയത്തില്ല മോളെ, ആരാ കൊണ്ടുപോയതൊന്നും അറിയത്തില്ല. തട്ടിക്കൊണ്ട് പോയതാണോ അതോ ഇനിയിപ്പോൾ അവിടെ എങ്ങോട്ടേലും സ്വമേധയെ പോയതാണോ അതൊന്നും അറിയില്ല എന്ന് പറയണം. ചേച്ചി ബാ കേറാം, നമുക്ക് എവിടെയെങ്കിലും നോക്കാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാണ്. ഈ സമയത്താണ് ആദർശിന്റെ ഫോണിലേക്ക് SI വിളിക്കുന്നത്. SI വിളിച്ചിട്ട് പറഞ്ഞു, അതെ അനാമികയുടെ ഫോൺ എവിടെയാ ഉള്ളതെന്നുള്ള സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ആദർശ് എവിടെയാന്ന് ചോദിക്കണം. അപ്പൊ SI സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, ഞങ്ങളിനി അങ്ങോട്ട് പോകുന്നുണ്ട്, രക്ഷിക്കാൻ പറ്റുമോ നോക്കണം. ഒരു പക്ഷേ അനാമികയുടെ ഫോൺ മാത്രം അവിടെ ഉള്ളോ, ഇനിയിപ്പോ അനാമിക അവിടെ ഉണ്ടോന്നും അറിയത്തില്ല. ധൈര്യമായിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് അനാമികനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പം ആദർശ് നയനയെ അവിടെ തിരക്കി. പക്ഷെ നയനെ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ആദർശിന് സംശയം, ഇവളിത് എങ്ങോട്ട് പോയെന്നോർത്ത്. പിന്നീട് ഫോൺ വിളിക്കുകയാണ് നയനെ. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പം നയന ആദർശേട്ടാ, ഞാൻ നന്ദുവിന്റെ അടുത്ത് വരെ വന്നതെന്ന് പറയണം. അല്ല,
അനാമയെക്കുറിച്ചുള്ള പല വിവരമൊക്കെ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പറഞ്ഞു, SI വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ ഫോൺ ലൊക്കേഷൻ എവിടെയാന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും നയന ചോദിച്ചു എവിടെയാന്ന് ചോദിക്കണം. അങ്ങനെ ആദർശ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് തന്നെ നയന പറഞ്ഞു ശരി. ആദർശയുടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് നന്ദുവിനെ കുറിച്ച് ഇതെല്ലാം പറയുകയാണ്, ഫോൺ ലൊക്കേഷൻ ഇതെല്ലാം കേട്ട് നന്ദു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ചേച്ചി, നമുക്ക് ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറയാം. അല്ല മോളെ, നമ്മൾ തന്നെ നോക്കാം, ധൈര്യമായിട്ട് വാ, ചേച്ചിക്ക് അറിയാലോ 2-3 ഗുണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നേരിടാൻ ഞാൻ മാത്രം മതി എന്ന് പറയാം. അങ്ങനെ നയനെ നന്ദും കൂടെ പോവാണ്. അങ്ങനെ ലൊക്കേഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ ആ ലൊക്കേഷൻ നോക്കി പോവാണ്. അവിടെയെങ്കിലും പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. ഈ സമയം നന്ദു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചിന്ന് ചോദിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് അവരങ്ങ് പോകുമ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരു വീട് കണ്ടേ. ദേ ഇവിടെയാന്ന് തോന്നുന്നു, നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കയറി നോക്കാം. ഈ സമയം നന്ദു പറഞ്ഞു ചേച്ചിക്ക് പേടിയുണ്ടോന്ന് ചോദിക്കും. പേടിയൊന്നും ഇല്ലാന്ന് പറയണേ. എനിക്ക് പേടി നിന്റെ കാര്യത്തിലാ, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്താ. എന്റെ കാര്യം ഓർത്ത് ചേച്ചി പേടിക്കണ്ടെന്ന് പറയണം. അങ്ങനെ നന്ദുവും നയനയും കൂടെ അങ്ങോട്ട് വരുവാണ്. അവിടെ അങ്ങ് വന്ന് അവിടെ പുറത്തൊന്നും ആരെയും കണ്ടില്ല. പെട്ടെന്ന് നന്ദു ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അകത്തുനിന്ന് ചെറിയൊരു സംസാരം കേൾക്കാം. നയനോട് പറഞ്ഞ് അകത്ത് ആരോ ഉണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് നയനെ അങ്ങോട്ട് മാറി നിൽക്കുവാണ്. നന്ദു പതുക്കെ അവിടെ നോക്കിയപ്പോഴത്തേനും ജനലിനകത്തോട് നോക്കി കഴിഞ്ഞപ്പോൾ അകത്ത് രണ്ടവന്മാരും സംസാരിക്കുന്നത് കണ്ടു. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അനാമികനെ അവിടെ ഇങ്ങനെ കൈയെല്ലാം കെട്ടിയിട്ടേക്കുന്ന കണ്ടു. ഇത് കണ്ടതും നയനെ പെട്ടെന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കുവാണ്. നയനക്ക് ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദോടും ചേച്ചി വിഷമിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് നന്ദു എന്ത് ചെയ്യാണ്, അപ്പുറത്തൊരു ചെറിയ വാതിലുണ്ടായിരുന്നു. ആ വാതിലിൽ കൂടെ അകത്തേക്ക് കിടക്കുവാണ്. നയനെ അകത്തേക്ക് കൊണ്ടുപോയില്ല. കാരണം നയനെ അകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് കരോട്ടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇനി അവന്മാരെന്തെങ്കിലും ചെയ്താലെന്ന് കരുതി നയനോട് പറഞ്ഞു ചേച്ചി ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് അകത്തേക്ക് കയറുവാണ്. ഗുണ്ടകൾ ഒട്ടും പ്രതീക്ഷ കാര്യമല്ലായിരുന്നത്, ഒരു അറ്റാക്ക് ആ സമയത്ത് അവിടെ ഉണ്ടാവുന്നുള്ളേ. അങ്ങനെ നന്ദു അങ്ങോട്ട് ചെന്നിട്ട് പുറത്ത് രണ്ടവന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവന്മാർക്കിട്ടാണ് ഇടി കൊടുക്കുന്നത്. അവന്മാരെ ഇടിച്ച് ഇഞ്ച പരുവാക്കി വിടുക. അങ്ങനെ അവന്മാർ ജീവനം കൊണ്ട് ഓടിക്കഴിയുമ്പോഴത്തേനും നയനയും കൂടെ അങ്ങോട്ട് കയറി വന്നു. പിന്നീട് അനാമികയുടെ കയ്യിലെ കെട്ടൊക്കെ നയനെ പെട്ടെന്ന് തന്നെ അഴിച്ചു വിടുവാണ്. ഈ സമയത്ത് രണ്ടുപേന്മാരും കൂടെ വരുവാണ്. പെട്ടെന്ന് നന്ദു എന്ത് ചെയ്യണം, അനാമയോട് പറഞ്ഞ് ഓടിക്കോളാൻ പറയണം. അനാമയുടെ കയ്യെ പിടിച്ച് നയനെ ഓടുവാണ്. അവരങ്ങനെ ഓടി പുറത്ത് വരുവാണ്. ഈ സമയം അനാമിക ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ലത്. നന്ദു വരുമെന്നും തങ്ങളെ രക്ഷിക്കുമെന്നുള്ള കാര്യമൊന്നും അനാമയ്ക്ക് അറിയത്തില്ല. അനാമികയുടെ വിചാരം എന്താ, നന്ദു അനിയും തമ്മിൽ പ്രണയത്തിലാണ്. അത് മാത്രമല്ല ചിലപ്പോഴെങ്കിൽ താനുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ നന്ദു അനിയും തമ്മിൽ വിവാഹം കഴിക്കും. അങ്ങനെ ഒരു ചിന്തയൊക്കെ അനാമികയുടെ മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അനാമികയ്ക്ക് ആ സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. താൻ നന്ദുവിനെ കുറിച്ച് കരുതിയിരുന്നൊക്കെ തെറ്റാണ്. പിന്നീട് നന്ദുവിന് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക. എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിവില്ലാത്തതുകൊണ്ട് നന്ദുവിനെ ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ സമയത്ത് നന്ദു വേണ്ടി വന്നെന്നൊക്കെ പറയാണ്. പിന്നീട് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നന്ദു ചോദിച്ചു അല്ല ആരാ കൊണ്ടേ പൂട്ടിയിട്ടെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അനാമിക സത്യങ്ങളൊന്നും പറയുന്നില്ല. അനാമികയ്ക്ക് അറിയാം, സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ വീട്ടിലെ സ്ഥിതിഗതികളൊക്കെ അവരറിയും. അതൊരു കാരണവശാലും അറിയാൻ പാടില്ലെന്ന് കരുതിയിട്ട് അനാമിക അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആരാ എന്താണെന്നും അറിയത്തില്ലെന്നൊക്കെയാണ് പറയണേ. പിന്നീട് അനാമികനെ കൂട്ടിക്കൊണ്ട് അനാമികയുടെ വീട്ടിലേക്ക് വരിക. അനാമികയുടെ അച്ഛനും അമ്മയ്ക്കെല്ലാം ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അനാമിക തിരികെ വീട്ടിലെത്തിൻ്റെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അത് മാത്രമല്ല ജാനകി തിരിച്ചറിയുവാണ് നന്ദുവിന്റെ നല്ല മനസ്സ്, എത്ര നല്ല മനസ്സാന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതിന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ളത്. അവൾ വരാതിരിക്കുകയാണെങ്കിൽ അത്ര നല്ലതെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. പക്ഷേങ്കിൽ ഇനി തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കുരിശാന്നുള്ള കാര്യം ഈ പറയുന്ന ജാനകിയൊന്നും അറിയാൻ പോകുന്നില്ല. താന് സ്വർണ്ണമെന്ന് കരുതി കൂട്ടിക്കൊണ്ട് വരുന്ന വെറും മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിയാൻ പോവാണ് ജാനകി. അപ്പൊ അതിന്റെ വിശേഷം കാരണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.